നമസ്കാരം, ഞാൻ വിഷ്ണു. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മനസ്സിന് വളരെ സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. അതാണ് പെട്ടെന്ന് തന്നെ ഈ വീഡിയോ ചെയ്യാനും നിങ്ങളിലേക്ക് ഇത് എത്തിക്കാനും തീരുമാനിച്ചത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ശ്രീകാര്യത്തെ എളംകുളം മഹാദേവ ക്ഷേത്രത്തിലാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. പശുക്കൾക്ക് വേണ്ടിയുള്ളൊരു ക്ഷേത്രമാണ്. ഇവിടെ ദേവനെയും പശുക്കളെയും ഒരേപോലെയാണ് ആരാധിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഭാരതത്തിൽ തന്നെ എണ്ണം പറഞ്ഞ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ദക്ഷിണേന്ത്യയിൽ എനിക്ക് തോന്നുന്നില്ല ഇത്തരത്തിലുള്ള ക്ഷേത്രം വേറൊന്നും ഉണ്ടെന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ നമുക്ക് ക്ഷേത്രത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഗോക്കളുടെയും വിശേഷങ്ങൾ നമുക്ക് കാണാം. ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം. ഇന്ന് എൻ്റെ കൂടെയുള്ളത് എളംകുളം ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റായ ശ്രീജിത്ത് ജിയാണ്. ക്ഷേത്രത്തെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം നമ്മളോട് ഇപ്പോൾ സംസാരിക്കുന്നതാണ്. എളംകുളം മഹാദേവ ക്ഷേത്രം പുരാരേഖകളിൽ അനുസരിച്ച് ഏതാണ്ട് 1200 വർഷം പഴക്കമാണ് കാണിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ ഈ ദേശത്തിൻ്റെ അധിപനായിട്ടുള്ള ശ്രീ എളംകുളം മഹാദേവൻ സ്വയംഭൂവായിട്ട് ആവിർഭവിച്ച ചൈതന്യമാണ്. ആയി രാജവംശത്തിൻ്റെ കാലം മുതൽ പഴക്കം നിശ്ചയിക്കപ്പെട്ടുള്ള ഈ ക്ഷേത്രം 1200 വർഷത്തിന് ശേഷം ഉണ്ടായ മാറ്റമാണ് ഇന്ന് നമ്മളിവിടെ കാണുന്നത്. ഇളംകുളം എന്നത് തന്നെ കുളത്തിൽ ഇളകൊള്ളുന്നത് എന്നാണ്. ശ്രീകോവിലിന് ചുറ്റും അല്ലെങ്കിൽ ഭഗവാൻ ചൈതന്യം ആവിർഭവിച്ചത് തന്നെ അതിവിശാലമായ കുളത്തിന് നടുക്കുള്ള ഒരു ശിലാഖണ്ഡത്തിലാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്വയംഭൂവായ മഹാദേവൻ ആവിർഭവിച്ച ആ സ്ഥലത്ത് പിൽക്കാലത്ത് ശ്രീകോവിലുണ്ടായി, ചുറ്റമ്പലമുണ്ടായി. വളരെ വിശാലമായ ഈ കുളം പതുക്കെ കരഭൂമിയായിട്ട് മാറി. കാവുകളാൽ ചുറ്റപ്പെട്ട ഈ പ്രദേശം, ഇത് പ്രകൃതി ശരിക്കും അതിൻ്റെ തനത് രൂപത്തിലേക്ക് ആവിർഭവിച്ച സ്ഥലം കൂടിയാണ്. കാലക്രമേണ ഇത്തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. ഏതാണ്ട് 6 വർഷം മുമ്പ് ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം നടന്നു. കാരണം ഈ 1200 വർഷത്തെ ചരിത്രത്തിൽ 3-4 തവണ ഈ ക്ഷേത്രം പുനരുദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഏറ്റവും അവസാനം പുനരുദ്ധരിക്കപ്പെട്ട് ഭക്തജനങ്ങളുടെ മുമ്പാകെ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കപ്പെട്ടത് 2023 ഫെബ്രുവരി 10-നാണ്, മാർച്ച് 10-നാണ്. കേരളത്തിൽ വളരെ അതിവിശിഷ്ടമായിട്ടും അപൂർവമായും നടന്നിട്ടുള്ള പഞ്ചകോടി പഞ്ചാക്ഷരി മന്ത്രജപത്താൽ 20 ദിവസം നീണ്ടു നിൽക്കുന്ന മറ്റ് സമർപ്പണ ക്രിയകളോടെയാണ് ഭഗവത് പാദങ്ങളിൽ ഈ പുനരുദ്ധരിക്കപ്പെട്ട ക്ഷേത്രം സമർപ്പിക്കപ്പെട്ടുള്ളത്. 1.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് കൃഷ്ണശിലയിലും തേക്കുതടിയിലും ചെമ്പോലയിലും പണി പൂർത്തിയാക്കി സമർപ്പിക്കപ്പെട്ടപ്പോൾ ഇത് കേരളീയ വാസ്തുവിദ്യയുടെ തനത് രൂപമായി മാതൃകയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. വളരെ ചൈതന്യവത്തായ ഭഗവാനാണ് ഇവിടെ കുടികൊള്ളുന്നത്. സ്വയംഭൂവായിട്ട് ആണെന്ന് പലതവണ പറഞ്ഞു കഴിഞ്ഞിരുന്നു. കുളത്തിൽ അധിവസിക്കുന്നതിനാൽ, കുളത്തിൽ ഇളകൊള്ളുന്നതിനാൽ ഭഗവാൻ ധാരാപ്രിയനാണ്. 108 കുടം അഭിഷേകം പോലെ അതിവിശിഷ്ടമായ ക്രിയകളാണ് ഇവിടെ ഭഗവാന് സമർപ്പിക്കപ്പെടുന്നത്. നിരന്തരം ധാര നടക്കുന്നു. 108 കുടം അഭിഷേകം ഭക്തജനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. അതൊക്കെ നേരത്തെ തന്നെ ബുക്കിംഗ് ആണ് ഇവിടെ. അതുപോലെ മൃത്യുഞ്ജയമൂർത്തി ഭാവത്തിലായതിനാൽ ഇവിടുത്തെ ഔഷധ സേവ തന്നെ വളരെ വിശിഷ്ടമാണ്, വിശേഷം ഉള്ളതാണ്. ഐതിഹ്യത്തിൽ തന്നെ പറയുന്നതും അങ്ങനെ തന്നെയാണ്. ഇവിടുത്തെ കുളത്തിൽ നിന്ന് സേവിക്കുന്ന ജലം, അകത്തുനിന്ന് കൊടുക്കുന്ന ഔഷധവും ഒരു തരത്തിൽ നമ്മൾ ഏത് രോഗശമനത്തിനാണോ ഉദ്ദേശിക്കുന്നത് അതിന് ഫലപ്രാപ്തി ഉണ്ടാകും, ശമനം സംഭവിച്ചിരിക്കും എന്നുള്ള അതിശക്തമായ വിശ്വാസം ഭക്തജനങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഭഗവാനെ തേടി ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ ആവിർഭാവ കാലം മുതൽ തന്നെ കഴിഞ്ഞ ദേവപ്രശ്നത്തിൽ വളരെ വ്യക്തമായി വിശദീകരിക്കപ്പെട്ട ഒന്നുണ്ട്. ഇവിടെ നാശം സംഭവിച്ചു പോയ ഒരു വൈഷ്ണവ ചൈതന്യം ഉണ്ടായിരുന്നു എന്നും ആ വൈഷ്ണവ ചൈതന്യമാണ് പിൽക്കാലത്ത് എദൃച്ഛയാ ഗോശാലകൃഷ്ണൻ്റെ ഭാവത്തിലേക്ക് മാറിയതെന്നും പറയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ വളരെ വിശേഷവും അത്യപൂർവമായ ഒരു ക്ഷേത്ര സങ്കേതം കൂടി ഉപദേവനല്ലാത്ത രീതിയിൽ തന്നെ ഈ ക്ഷേത്രത്തിലുണ്ട്. ഗോശാലകൃഷ്ണ ഭാവത്തിൽ 12 വയസ്സുള്ള ചമ്മട്ടിയേന്തിയ വളരെ ഊർജ്ജസ്വലനായിട്ടുള്ള ഗോശാലകൃഷ്ണനാണ് ഇവിടെയുള്ളത്. ഗോശാലകൃഷ്ണന് ഏറെ പ്രിയമായിട്ടുള്ള ഗോക്കളാണ് ഭഗവാനെ സേവിക്കുന്നത്. അതായത് ക്ഷേത്രത്തിൻ്റെ ചുറ്റും ചതുശാലകളിൽ 4 കെട്ടിൽ ഗോക്കളാണ് വസിക്കുന്നത്. ഗോക്കളാണ് ഭഗവാനെ പൂജിക്കുന്നതെന്നാണ് ഇവിടുത്തെ സങ്കല്പം തന്നെ. ഗോക്കളെ പൂജിച്ചാൽ
ഭഗവാൻ പൂജിക്കപ്പെടും എന്നും ശക്തമായൊരു വിശ്വാസം ഇവിടെയുണ്ട്. സന്താന ദുരിതം, സത്സന്താന പ്രാപ്തി, അതുപോലെയുള്ള ഇഷ്ട ആഗ്രഹസിദ്ധികൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ പൂർത്തീകരിക്കപ്പെടുന്നു എന്നാണ് ഭക്തരുടെ ശക്തമായ വിശ്വാസം തന്നെ. വളരെ ദൂരദേശങ്ങളിൽ നിന്ന് തന്നെ ഇവിടെ ഗോപൂജയ്ക്കായിട്ട് ഭക്തജനങ്ങൾ എത്താറുണ്ട്. ഗോപൂജയും ഗോവൂട്ടുമാണ് ഇവിടുത്തെ പരമപ്രധാന വഴിപാടുകൾ. അവിടെ ഗോക്കളെ പൂജിക്കപ്പെടുന്നത് കൊണ്ട്, ഗോവിനെ ഊട്ടി തൃപ്തിപ്പെടുത്തുന്നത് കൊണ്ട് ഭഗവാൻ തൃപ്തനാകുന്നു, ഭഗവാൻ പൂജിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഗോക്കളെ പൂജിക്കുന്നു. നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള വിശേഷങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, ഒരു കുട്ടിയുടെ ജനനം അല്ലെങ്കിൽ കുട്ടികളുടെ പിറന്നാൾ, അതുപോലെ മംഗളകാര്യങ്ങൾ, വിവാഹം പോലെയുള്ള മംഗളകാര്യങ്ങൾ, എത്തരത്തിലുള്ള മംഗളകാര്യങ്ങളായാലും, അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള ദുരിതങ്ങൾ മാറുവാനാണെങ്കിൽ പോലും ഇവിടെ എത്തി ഗോപൂജ ഭഗവാന് സമർപ്പിക്കുന്നുണ്ട്. അതുപോലെ ഗോവൂട്ടും സമർപ്പിക്കുന്നുണ്ട്. അതുവഴി അവർക്ക് ഉണ്ടാകുന്നൊരു വലിയ ആഗ്രഹ സാഫല്യം, അവരുടെ ആഗ്രഹ പൂർത്തീകരണം അവിടെ നടക്കുന്നു എന്നാണ് പറയുന്നത്. ഈ ഗോക്കളെ ഊട്ടുന്നത് വഴി ഭഗവാനും തൃപ്തനാകുന്നു എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഗോവൂട്ട് വളരെ വിശേഷമായിട്ട്, ഗോപൂജ വളരെ വിശേഷമായിട്ടും ഇവിടെ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സർവ്വദേവതാ സാന്നിധ്യമുള്ള ഗോക്കൾ പൂജിക്കപ്പെടുമ്പോൾ സർവ്വദേവന്മാരും ഇവിടെ ഒരേപോലെ പൂജിക്കപ്പെടുകയും, ഗോക്കൾ പ്രസാദിക്കുമ്പോൾ, നിറയുന്ന വയറുകൊണ്ട് ഗോക്കൾ പ്രസാദിക്കുമ്പോൾ, അവർക്ക് പൂജ കിട്ടി അവർ പ്രസാദിക്കുമ്പോൾ ഭഗവാൻ അതിനിരട്ടിയായിട്ട്, സർവ്വദേവതകളും അതിനിരട്ടിയായി പ്രസാദിക്കപ്പെടുന്നു എന്നുള്ള ശക്തമായ വിശ്വാസമുള്ളതുകൊണ്ടാവാം ഗോശാലയിലേക്ക് അവരെ കാണുവാനും, അവരെ തൊഴുവാനും, അവരെ പൂജിക്കുവാനും വേണ്ടിയിട്ട് ഭക്തജനങ്ങൾ അന്യദേശങ്ങളിൽ നിന്ന് പോലും ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇളംകുളം മഹാദേവന് ദർശനം അഭിമുഖമായി അതിവിശാലമായ കുളത്തിന് നടുക്ക് ഇവിടെ ഹനുമാൻ സ്വാമിയുണ്ട്. ആ ഹനുമാൻ സ്വാമിയും ഈ വലിയ കുളത്തിൽ തന്നെ സംപ്രീത ഭാവത്തിൽ തന്നെയാണ്, അനുഗ്രഹം ചൊരിയുന്ന ഭാവത്തിൽ തന്നെയാണ് ഹനുമാൻ സ്വാമിയുള്ളത്. വ്യാഴാഴ്ച ദിവസങ്ങളിൽ അതിവിശിഷ്ടമായ പൂജാക്രമങ്ങൾ കൊണ്ട് ഭഗവാനെ പൂജിക്കപ്പെടുന്നുണ്ട്. ഇവിടെ വ്യാഴാഴ്ച ദിവസങ്ങളിലും ഇതിനു വേണ്ടിയിട്ട്, ആ ഹനുമാൻ സ്വാമിയുടെ ആരാധനയ്ക്ക് വേണ്ടിയിട്ട് ഭക്തന്മാർ പ്രത്യേകമായി എത്താറുണ്ട്. ദൂരദേശങ്ങളിൽ തന്നെ അതിനുവേണ്ടി തന്നെയായിട്ടും ഇവിടെ എത്താറുണ്ട്. കാരണം ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠയുള്ള തിരുവനന്തപുരം ജില്ലയിലെ വളരെ അപൂർവം ക്ഷേത്രങ്ങൾ ഒന്ന് കൂടിയാണ് ഇളംകുളം മഹാദേവ ക്ഷേത്രം. ഇനി നമുക്ക് ക്ഷേത്രത്തിനുള്ളിലുള്ള ഗോശാല നമുക്ക് സന്ദർശിക്കാം. അതുപോലെ നമ്മുടെ ഗോക്കളുടെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം.
ഈ ഗോശാല ക്ഷേത്രത്തിൽ ശ്രീകോവിലിന് ചുറ്റും ചതുശാലകളിലായിട്ടാണ് പശുക്കൾ നിൽക്കുന്നത്. ഭാരതത്തിൻ്റെ തനത് നാടൻ ഇനങ്ങളാണ് ഇവിടെ വളർത്തുന്നതും സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളതും. ഭഗവാനെ പോലെ തന്നെ സർവശ്രേഷ്ഠമായിട്ടാണ് ഇവയും പൂജിക്കപ്പെടുന്നത്. ഇത് കൃഷ്ണയാണ്. ഉത്തര കർണാടകയാണ് കൃഷ്ണയുടെ സ്വദേശം. ഈ കൃഷ്ണ ഇതിൻ്റെ മൂന്ന് പശുക്കളാണ് ഇപ്പോൾ അവിടെ കൃഷ്ണയുള്ളത്. അതുപോലെ ഗിർ, പൊങ്കന്നൂർ, ആന്ധ്രയിലെ ചിറ്റൂർ ജില്ലയാണ്. ചിറ്റൂർ ആണ് പൊങ്കന്നൂരിൻ്റെ സ്വദേശം. അതുപോലെ രക്തപിങ്കാക്ഷി എന്ന കപിലയിനം ക്ഷേത്രങ്ങളിലും ആശ്രമങ്ങളിലും മാത്രം വളർത്തപ്പെടുന്ന സംരക്ഷിക്കപ്പെടുന്ന ഗോ ഇനമാണ് ഇത്. അതുപോലെ മറ്റു ശാലകളിൽ കാങ്ക്രേജ് ഉണ്ട്. പഞ്ചാബ് രാജസ്ഥാൻ ബോർഡറാണ് ഈ കാങ്ക്രേജിൻ്റെ സ്വദേശം. നാടൻ പശുക്കളിൽ ഏറ്റവും വലുപ്പമുള്ളത് എന്ന് പറയുന്ന ഇനമാണ് ഈ കാങ്ക്രേജ്. ഈ കാങ്ക്രേജിൻ്റെ കുട്ടിയാണ് ഇവിടുത്തെ നന്ദിയായിട്ട്, ക്ഷേത്രത്തിൽ നന്ദിയായിട്ട് പ്രവർത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു വലിയ പ്രത്യേകതയുണ്ട്. ശിവേലി തുടങ്ങുമ്പോഴേക്ക് ആളവിടെ എത്തിയിരിക്കും. ആ ശിവേലിക്ക് മുമ്പേ ശംഭു എന്ന ഞങ്ങളുടെ നന്ദിയാണ് ഭഗവാന് മുമ്പായിട്ട് നടന്നു പോകുന്നത്. ഇവിടെയും ഇതുപോലെ കൃഷ്ണയും കാങ്ക്രേജും വെച്ചൂർ പശുവുമാണ് ഉള്ളത്. ക്ഷേത്രങ്ങളിലും മാത്രം വളർത്തപ്പെടുന്ന വളരെ വിശേഷപ്പെട്ട ഒരു ഗോവാണ് കപില. 100 പശുക്കളിൽ 1 കപിലയും 1000 പശുക്കളിൽ 1 സ്വർണ്ണ കപിലയും ആയിരിക്കുമെന്നാണ് പറയുന്നത്. അതായത് ജനനം കൊണ്ട് തന്നെ വളരെ വിശേഷവും എണ്ണത്തിൽ വളരെ കുറവുമുള്ള ഒരു വിശേഷപ്പെട്ട പശുവാണ്, ഗോവാണ് ഈ കപില. ഇവിടെയുള്ളത് രക്തപിങ്കാക്ഷി എന്ന് പറയുന്ന കപിലയാണ്. അതിൻ്റെ നിറം, മൊത്തത്തിൽ അതിൻ്റെ വർണ്ണം ഈ നിറത്തിലായിരിക്കും. കണ്ണും മൂക്കും അതിൻ്റെ ബാക്കിയുള്ള ചെവിയും എല്ലാം ആ ഒരൊറ്റ വർണ്ണത്തിലായിരിക്കുമല്ലോ. ഭക്തന്മാർ ഗോക്കളെ സമർപ്പിക്കാറുണ്ട് ഇപ്പോഴും. പക്ഷേ നമുക്ക് ഇവിടുത്തെ ഒരു വിശേഷത അനുസരിച്ച് വേറെ ഒരു ഗോശാല നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഈ ക്ഷേത്രത്തിനകത്ത് തന്നെ ഗോക്കൾ ഉണ്ടാവണം എന്നാണ്. ഭഗവാന് ചുറ്റും തന്നെ ഈ ഗോക്കൾ നിൽക്കുന്നതാണ് ഭഗവാൻ ഏറെ പ്രിയങ്കരം എന്നുള്ളതുകൊണ്ട് ഈ ക്ഷേത്രത്തിനകത്ത് നിൽക്കുന്ന ഗോക്കളെ മാത്രമേ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഭക്തർ പ്രതീകാത്മകമായിട്ടാണ് ഗോക്കളെ നടത്തിയിരിക്കുന്നത്. അതായത് സങ്കല്പിച്ചുകൊണ്ടൊരു തുക ഭഗവാന്റെ മുമ്പിൽ സമർപ്പിക്കുന്നതാണ് ഇവിടുത്തെ ഗോദാനം എന്നുള്ള നിലയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഗോശാലകൃഷ്ണൻ്റെ ഏറ്റവും വലിയ വഴിപാട് ഗോക്കളെ പൂജിക്കുക എന്നുള്ളതാണ്. തൃപ്തി വന്ന ഗോവാണ് ഭഗവാന്റെ തൃപ്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഗോപൂജയും ഗോവൂട്ടുമാണ് പരമപ്രധാനമായി നടക്കുന്ന വഴിപാടുകൾ, പൂജകൾ. ഇവിടെ ഈ ഗോവൂട്ടിന് നിവേദ്യമാണ് സമർപ്പിക്കുന്നത്. അതായത് സൈലേജ് പോലെയുള്ള പശുക്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം, അല്ലെങ്കിൽ പുല്ലായാലും സൈലേജ് ആയാലും ഏതായാലും പൂജയ്ക്ക് ശേഷമുള്ള നിവേദ്യം ഭഗവാൻ എപ്രകാരമാണോ നിവേദിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ ഗോക്കൾക്ക് അവരുടെ ഭക്ഷണം നിവേദ്യമായിട്ട് ഭക്തർ തന്നെ നേരിട്ട് കൊടുക്കുന്ന ഒരു രീതിയാണ് ഇവിടെ ഉള്ളത്. അതുപോലെ ഗോപൂജ, നേരത്തെ പറഞ്ഞു, സത്സന്താന ലബ്ധി, അതുപോലെ സന്താന ദുരിതങ്ങൾ, അതുപോലെയുള്ള അരക്ഷിതാവസ്ഥ, അരിഷ്ടകൾ, ഇവയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഭക്തർ ഇവിടെ സങ്കല്പിച്ച് ഈ ഗോപൂജയും ഗോവൂട്ടും ധാരാളമായി തന്നെ നടത്താറുണ്ട്. അതായത് ഇവിടുത്തെ ഗോക്കൾ എപ്പോഴും സംതൃപ്തരാണ്, സന്തോഷവാന്മാരാണ്. കാരണം അവർക്ക് പൂജ കൊണ്ടും ഭക്ഷണം കൊണ്ടും അവരുടെ ഉദരം നിറഞ്ഞ് മനസ്സ് തെളിഞ്ഞു നിൽക്കുന്ന ഭാവമാണ് ഇവിടെയുള്ളത്.
ക്ഷേത്രത്തിൻ്റെ നവീകരണത്തിൻ്റെ ഭാഗമായി പണ്ടുണ്ടായിരുന്ന കൊത്തുപണികളെ അതുപോലെ തന്നെ പുനരാവിഷ്കരിച്ചതാണ് ഈ വലിയ ബലിക്കൽപ്പനയുടെ മുകളിൽ കാണുന്ന ഈ കൊത്തുപണികളൊക്കെ. ഏതാണ്ട് 1.5 വർഷം തുടർച്ചയായിട്ടുള്ള ശില്പികളുടെ ഒരു കരവിരുതാണ് നമ്മളിവിടെ കാണുന്നത്. അത് നവഖണ്ഡങ്ങളിൽ മഹാദേവൻ്റെ 9 ഭാവങ്ങളാണുള്ളത്. അതുപോലെ തന്നെ ഈ കിഴക്കുവശത്തായി ക്ഷേത്രത്തിൻ്റെ ചരിത്രവും ഐതിഹ്യവുമാണ് കൊത്തിയിരിക്കുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ ശിവപുരാണമാണ് കൊത്തിവച്ചിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ശില്പികൾ 1.5 വർഷത്തോളം നീണ്ട അവരുടെ തപസ്സിൻ്റെ ഫലമാണ് ഈ കാണുന്ന ഈ വലിയ ബലിക്കൽപ്പനയുടെ മുഖപ്പിലായിട്ട് കാണുന്ന മുച്ചിലായി കാണുന്ന ഈ കൊത്തുപണികൾ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ശരിക്കും തിരുവനന്തപുരത്ത് വരുന്ന എല്ലാവരും, നിങ്ങൾ ഫാമിലി ആയിട്ടാണെങ്കിലും അത് കുട്ടികളുടെ ടൂറാണെങ്കിലും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണിത്. കാരണം ഇവിടുത്തെ എനർജി അത്രയും കാമിങ് ആണ്. നമ്മുടെ ഗോക്കളുടെ പ്രസൻസ് നമ്മുടെ മനസ്സിനെ അത്രയും ശാന്തമാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മനസ്സിലാവുമെന്ന് അറിയില്ല, പക്ഷേ നിങ്ങളിത് അനുഭവിച്ചറിയണം. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത വീഡിയോയിൽ വേറൊരു വിശേഷമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.